ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് നല്ലൊരു അയിലക്കറി ഉണ്ടാക്കിയാലോ. നല്ല പച്ച ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, വേപ്പില. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക, ഉലുവ പൊട്ടിക്കുക. നല്ലോണം പൊട്ടണം കേട്ടോ. ആ പൊട്ടണ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് നോക്കിക്കേ. ഓരോ രീതിയിലും ഓരോ സ്ഥലത്തും പല രീതിയിലാണ് അത് വെക്കുക. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ആ പച്ച കുത്തലൊക്കെ മാറി വരുന്നതും വരെ നല്ലോണം ഇളക്കിയെടുക്കുക. അപ്പോൾ എല്ലായിടും പല രീതിയിലല്ല ഇലക്കറി വെക്കുക. തേങ്ങ അരച്ച് വെക്കും, താളിക്കും, മുളക് കറി വെക്കും. അപ്പോൾ ഇതും ഒരു ചെറിയ രീതിയിൽ ഒരു സ്പെഷ്യലെന്ന് പറയാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലേക്ക് നല്ല ഒരു പഴുത്ത ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കണം കേട്ടോ. തക്കാളി നല്ലോണം ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. ഇതിലേക്ക് പിന്നെ പൊടികൾ ചേർക്കാം നമുക്ക്. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി. മറന്നു പോകരുത് കായപ്പൊടി. കായപ്പൊടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ടേസ്റ്റാണ്. അതേകൂട്ടി ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോഴും കുറച്ച് കായം ചേർക്കുന്നത് പ്രത്യേക ഒരു രുചി തരും നമുക്ക് കറിക്ക്. അപ്പോൾ നമ്മുടെ പൊടികൾ, അതായത് ഒരു 2.5 സ്പൂൺ മുളക് പൊടി വേണം, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ദെൻ മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പച്ച മണം പോകുന്നിടം വരെ ഇളക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതിന് ശേഷം നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. എല്ലാവരും കുടംപുളി ഇട്ടല്ലേ വയ്ക്കുക. ഇത് വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. ആ വാളൻപുളി പിഴിഞ്ഞ വെള്ളത്തിനകത്ത് ഇതെല്ലാം കിടന്നിട്ട് ആ പച്ചമണം ഒന്ന് മാറും. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടും. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഡയറക്റ്റ് പച്ചവെള്ളം ചേർക്കത്തില്ല. ഞാനൊരു പാത്രത്തിൽ ചൂടുവെള്ളം ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആവശ്യത്തിന് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമ്മളിതൊന്ന് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തിളയ്ക്കും, കാരണം നമ്മൾ പച്ചവെള്ളം അല്ലല്ലോ ചേർക്കുന്നത്, ഓൾറെഡി ബോയിൽഡ് ആയിട്ടുള്ള വെള്ളമല്ലേ ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനാണെങ്കിൽ ആകെ 1/2 കിലോ അയിലയാണ് വാങ്ങിയത്. അപ്പോൾ അത് 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തല മാത്രം എടുത്തിട്ടാണ് കറി വെച്ചത്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മീൻ പെറുക്കി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ വെന്ത് കഴിയുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് കുറുകി സെറ്റായി വരും. അപ്പോൾ ഇത് രാവിലെയൊക്കെ വെച്ചിട്ട് വൈകുന്നേരം കഴിക്കാൻ